ചുറ്റളവിനേക്കാൾ നീളമുള്ള കേബിളുകൾ ഉപയോഗിക്കുന്ന ഒരു പദ്ധതി വേറെ എങ്ങുമല്ല, ഇന്ത്യയിൽ തന്നെയാണ്. നടപ്പിലാക്കുന്നത് ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും ഒക്കെ മാതൃസ്ഥാപനമായ മെറ്റയും. വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിൽ പ്രചരിപ്പിക്കുന്ന കെട്ടുകഥയല്ല, സംഗതി സത്യമാണ്. ആഗോള ടെക് ഭീമന്മാരായ മെറ്റയാണ് 5 ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന സബ്സീ കേബിൾ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഭൂമിയുടെ ആകെ ചുറ്റളവായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 40,075 കിലോമീറ്റർ ആണ്. എന്നാൽ മെറ്റ സ്ഥാപിക്കുന്ന കേബിളുകളുടെ നീളം 50,000 കിലോമീറ്ററിലധികമാണ്. ആഗോളതലത്തിലെ മെറ്റയുടെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നായ ഇന്ത്യയിൽ AI സേവനങ്ങൾ ഉൾപ്പെടെ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് പ്രോജക്ട് വാട്ടർവർത്ത് എന്ന പുതിയ കണക്ടിവിറ്റി പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. കടലിനടിയിലൂടെ 5 ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന തരത്തിലാകും പദ്ധതി. 2030-നകം പദ്ധതി പൂർത്തിയാക്കുമെന്നാണ് മെറ്റയുടെ പ്രഖ്യാപനം. ലോകത്തിലെ ഏറ്റവും നീളമേറിയ സബ്സീ കേബിൾ പദ്ധതിയിലൂടെ ലോകമെമ്പാടുമുള്ള AI നവീകരണത്തിന് ആവശ്യമായ അതിവേഗ കണക്ടിവിറ്റി ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. US, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെയാകും പ്രധാനമായും പദ്ധതിയുടെ ഭാഗമാക്കുക. ടെലികോം മേഖലയിലും ഇന്റർനെറ്റ് സേവന രംഗത്തും കുതിച്ചുചാട്ടത്തിന് ഇത് കാരണമാകുമെന്നും വിലയിരുത്തലുകളുണ്ട്. 20-ലധികം സബ്സീ കേബിൾ സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവയിൽ ചിലത് 24 ഫൈബർ ജോഡികൾ വരെ ഉൾക്കൊള്ളുമെന്നും ടെക് ഭീമൻ വെളിപ്പെടുത്തിയിരുന്നു. സാധാരണഗതിയിൽ ഇൻഡസ്ട്രിയൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 8 മുതൽ 16 വരെ ഫൈബർ പെയറുകളാണ് അത്യാധുനിക പദ്ധതികളിൽ പോലും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ മെറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതി 10 മടങ്ങ് ഫലം നൽകുമെന്നാണ് കരുതപ്പെടുന്നത്. പദ്ധതിയിലൂടെ ഇന്ത്യ, US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കിടെ കൂടുതൽ സാമ്പത്തിക സഹകരണം സാധ്യമാക്കുകയും ഡിജിറ്റൽ ഉൾച്ചേർക്കൽ സുഗമമാക്കുകയും ചെയ്യുമെന്നും സാങ്കേതിക വികസനത്തിന് അവസരങ്ങൾ ഉണ്ടാകുമെന്നും ചെയ്യുമെന്ന് മെറ്റ് അവകാശപ്പെടുന്നു. ഇന്ത്യയുടെ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ അഭിലാഷങ്ങളെ സഹായിക്കുമെന്നും ടെക് ഭീമൻ പറയുന്നുണ്ട്. പ്രോജക്ട് വാട്ടർവർത്തിന്റെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കേബിളുകളുടെ അറ്റകുറ്റപ്പണി, ധനസഹായം എന്നിവയ്ക്കായി ഇന്ത്യൻ നിക്ഷേപമാകും ഉണ്ടാവുക. 5 ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന ഡിജിറ്റൽ ഹൈവേ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന പദ്ധതി മെറ്റ ആപ്പുകൾക്കും സേവനങ്ങൾക്കും ശക്തി പകരുമെന്നും മെറ്റ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കടലിനടിയിലൂടെയുള്ള ഇത്തരം പദ്ധതികളിൽ പലപ്പോഴും കേബിളുകൾക്ക് തകരാറ് സംഭവിക്കുകയും അറ്റകുറ്റപ്പണികൾക്ക് കാലതാമസം ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. എന്നാൽ അത് ഒഴിവാക്കാനുള്ള നീക്കങ്ങളും മെറ്റ നടത്തുന്നുണ്ട്. 7000 മീറ്റർ ആഴത്തിൽ വരെ കേബിളുകൾ സ്ഥാപിക്കുകയും കപ്പൽ നങ്കൂരങ്ങളും മറ്റുമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ആഴം കുറഞ്ഞ പ്രദേശങ്ങളിൽ നൂതന ശാക്തിക വിദ്യയും പ്രയോജനപ്പെടുത്തുമെന്നും മെറ്റ അറിയിച്ചിരുന്നു. 2025-ലും സമീപ വർഷങ്ങളിലുമായി ഡിജിറ്റൽ കണക്ടിവിറ്റിയിൽ ഇന്ത്യയിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. 3 പുതിയ സബ്സീ പദ്ധതികളുടെ ഉദ്ഘാടനം വരും വർഷങ്ങളിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന. 2 ആഫ്രിക്ക പേൾസ്, ഇന്ത്യ ഏഷ്യ എക്സ്പ്രസ്, ഇന്ത്യ യൂറോപ്പ് എക്സ്പ്രസ് എന്നിവയാണ് വരാനിരിക്കുന്ന പദ്ധതികൾ. ഇതോടുകൂടി ഇന്ത്യയുടെ ഇന്റർനെറ്റ് ശേഷി 4 ഇരട്ടിയായി വർദ്ധിക്കുമെന്നും ഡിജിറ്റൽ കണക്ടിവിറ്റിയുടെ വേഗതയും ഗണ്യമായി മെച്ചപ്പെടുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം 17 അന്താരാഷ്ട്ര സബ്സീ കേബിളുകൾ രാജ്യത്തുണ്ട്. 2 ആഫ്രിക്ക സബ്സീ കേബിൾ 2024 ഒക്ടോബറിലും IEX എന്നിവ മാർച്ചോടെയും പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിനു പുറമെയാണ് മെറ്റയും അവരുടെ പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത്. വിശാലമായ ഡിജിറ്റൽ ഉപയോക്തൃ അടിത്തറയും ഉയർന്ന വളർച്ചാ സാധ്യതകളുമുള്ള വിപണിയായാണ് ഇന്ത്യയെ മെറ്റ വിലയിരുത്തുന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ് ഉൾപ്പെടെയുള്ള മെറ്റ ആപ്പുകൾക്ക് 100 കോടിയിലധികം പ്രതിമാസ ഉപയോക്താക്കളാണ് ഇന്ത്യയിലുള്ളത്. ഒപ്പം കമ്പനിയുടെ ആഗോള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഇന്ത്യ പ്രധാനമാണെന്നും അവർ കരുതുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി എക്സ്പ്രസ് വൈഫൈ, ജിയോ പ്ലാറ്റ്ഫോം, ഇന്ത്യൻ ടെലികോം ദാതാക്കളുമായുള്ള സഹകരണം എന്നിങ്ങനെ എല്ലാ തരത്തിലും മെറ്റ സ്വദീപ്തം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്.